എങ്ങനെയായിരുന്നു ആ ഡാൻസ് ആ കിടിലം പ്രോഗ്രാമില്? ഞാൻ ഞെട്ടിപ്പോയി. നമ്മള് കണ്ണെടുക്കത്തില്ല മോളെ മൂത്തിന്ന്. സൂപ്പറായിട്ട് കളിച്ച. എല്ലാരും പറഞ്ഞായിരുന്നു അടിപൊളിയായിരുന്നു എന്ന്. ഒത്തിരി പേര് പറഞ്ഞു. അപ്പൊ എന്ത് തോന്നി പറഞ്ഞപ്പോ? സൂപ്പറാന്ന് പറഞ്ഞു. അപ്പൊ എന്തോ തോന്നി? ഭയങ്കര ഹാപ്പി ആയോ? എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും? 8 വയസ്സിന് വ്യത്യാസമുണ്ട്. 8 വയസ്സ്. അപ്പൊ ഒരു ചേച്ചി ഒരു അമ്മയെ പോലെയല്ലേ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ? സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്തുവാ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ ഡാൻസ് ഒക്കെ അടിപൊളിയാന്ന്? ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ടോ? ആണോ? അപ്പൊ എന്ത് പറയും? താങ്ക് യു പറയും. ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ പ്രോഗ്രാംസ് കണ്ടിട്ട്? ഉണ്ടോ? ഉണ്ടോ? അങ്ങ് തലയാട്ടോ എല്ലാം അങ്ങ് തലയാട്ടുവാ. സ്കൂളിൽ നിന്നും അവിടെ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. ഓക്കെ, എന്തൊക്കെ ഗിഫ്റ്റാ കിട്ടിയിട്ടുള്ളത്? അല്ലാതെ എന്തെങ്കിലും നമ്മളെ കുഞ്ഞുകുട്ടിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ എങ്ങനെ ഡ്രസ്സോ ഡോളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ചേച്ചി എനിക്കിവിടെ ആരും ഒന്നും തരുന്നില്ലല്ലോ. ഈ മഴവില്ല് പ്രോഗ്രാമിൽ എങ്ങനെയാ വന്നത് ആക്ച്വലി? അത് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങള് റീലിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് വിളിച്ചതാണ്. ഓക്കെ, അപ്പം ഭയങ്കര വൈറലായിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലോ. 2 പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞങ്ങളെ വിളിച്ചു, പിന്നെ ഒന്ന് ഞങ്ങളെ ഗസ്റ്റ് ആയിട്ട്. അമ്പോ എന്താ വേണം, നമ്മൾ ചിരിക്കും നോക്കി എന്ത് വേണം. അപ്പൊ ഈ ഡാൻസ് പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങള് ഒരുമിച്ചാണോ ഡാൻസ് സ്കൂളിൽ പോകുന്നത്? അല്ല, അനിയത്തി പഠിക്കുന്നത് നമ്മളെ പൂവാട്ടുപറമ്പുള്ള അനില മിസ്സിന്റെ അടുത്താണ്, കലാഞ്ചേരി ഡാൻസ് സ്കൂളിലാണ്. ഞാനും മാവൂര് സോന മിസ്സിന്റെ അടുത്ത്. അത് രണ്ടും 2 സ്ഥലത്ത് പഠിക്കുന്നേ? അത് അവളെ സ്പോൺസർ ചെയ്തത്. ഓക്കെ, അങ്ങനെയായിരുന്നു. അപ്പൊ സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ? ആ, സ്കൂളിലും അമ്പലങ്ങളിലൊക്കെ. അമ്പലത്തിലൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയി ഡാൻസ് കളിച്ചെന്നൊക്കെ കേട്ടു. ഞങ്ങള് അമ്പലത്തില് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടാണ് ആക്ച്വലി വൈറലായത്. ഓക്കെ, വൈറലായപ്പോ കൂടുതൽ ആൾക്കാര് ഫോക്കസ് ചെയ്ത് നമ്മളെ സംശയമായിരുന്നു. അപ്പം എല്ലാവരും വന്നിട്ട് സംശയം ഭയങ്കരമായിട്ട്, കാരണം ഈ ഒരു ഏജില് ഒരു 3 വയസ്സിൽ ഇത്രയും ഭയങ്കരമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നും അല്ല. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ? അല്ല. ഓക്കെ, അപ്പോ ഈ നിങ്ങൾ ഈ ഡാൻസ് പഠിച്ചിട്ട് അതിനാണല്ലോ മറ്റേ മഴവിൽ മനോരമയിൽ പോയല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഗസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, കോമഡി ഉത്സവത്തിൽ. ഓക്കെ, പിന്നെ അത്തമ്പത്ത് രുചിയില്. ഫുൾ ബിസി ഷെഡ്യൂൾ ആയിരുന്നു. അപ്പൊ ഈ പ്രായത്തിൽ ഒരു 5-4 വയസ്സിൽ ബിസി ആവേന്നൊക്കെ പോയാൽ ഞാനൊക്കെ ആ പ്രായത്തിനോട് സിപ്പപ്പ് കഴിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ, അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലേ ഈ കാര്യത്തിൽ? ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, അങ്ങനെ തലേട്ടൻ പറഞ്ഞു, അമ്മ പറഞ്ഞായിരുന്നു അങ്ങനെ പറയണോന്ന്? അമ്മ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ വരുമ്പോ പറയാനായിട്ട്? ഒന്ന് പറയാൻ കേക്കട്ടെ. അമ്മ സൈഡിൽ നിന്ന് ആലോചിക്കുന്നു പറയല്ലേ. എന്താ പറഞ്ഞ അമ്മ? ഒച്ചയില് പാടി, പക്ഷെ ഒച്ചയില് സംസാരിക്കുന്നില്ല. എന്താ അമ്മ ഒച്ചയില് സംസാരിക്കാൻ പറയാത്ത? വേറെന്തൊക്കെ പറഞ്ഞ അമ്മ? ഒന്നും പറഞ്ഞില്ല. എന്നാലും അമ്മ ഒന്നും പറയാതിരിക്കത്തില്ലല്ലോ. എന്താ പറഞ്ഞേ? അവിടെ നോക്കല്ലേ, ഇവിടെ നോക്കി പറ. സ്കൂളിന്റെ പേര് പറഞ്ഞ. സ്കൂളിന്റെ പേരെന്താ? എന്നെ കണ്ട് പേടിയായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇല്ല. അപ്പൊ ഇനി എന്തെങ്കിലും മൂവി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടില്ല, പക്ഷെ വന്നാ പോവും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങേണ്ട പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? യൂട്യൂബ് ഉണ്ട്. ഓക്കെ, അതിൽ എത്ര സബ്സ്ക്രൈബ് ഉണ്ട്? അപ്പോൾ സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട്. ഓക്കെ, കുഞ്ഞുമോക്കാണോ ഏറ്റവും ഫാൻസ് ഉള്ളത് പുറത്ത്? ഇൻസ്റ്റയിലൊക്കെ. ആരെങ്കിലും വന്ന് സെൽഫി ഒക്കെ എടുക്കാറുണ്ടോ പുറത്ത് പോകുമ്പോൾ?